ഓടിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കണം, കണ്ടക്ടറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അല്ലാതെ പെമ്പിള്ളേരോട് സംസാരിക്കാനല്ലോ ഒബ്വിയസ്ലി പോകണം. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആങ്ങളെ കളിക്കാൻ നിർത്തേണ്ടവർ നിർത്തേണ്ടവരെല്ലാവരും ഞാൻ ആ കുട്ടീനോട് സംസാരിക്കേണ്ട സാഹചര്യത്തിൽ നിർത്തേണ്ട വൈഫിനെയും ബാക്കി എല്ലാവരും ഞാൻ നിർത്തേണ്ടടുത്ത് നിർത്തിച്ചിട്ടാണ് ഈ കുട്ടികളോട് സംസാരിക്കാറ്. അവരെ ഞാൻ വിളിച്ചു നിങ്ങളെ നിർത്തേണ്ടടുത്ത് നിർത്താം, നിങ്ങളെ നിർത്തേണ്ടടുത്ത് എത്തിയിട്ടാണ് അവരെ നിർത്തേണ്ടടുത്ത് നിർത്താം. അവരിന്ന് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് അവർ കാഞ്ഞങ്ങാട് അവർ നിൽക്കുന്നുണ്ട് ഓൾറെഡി. ഇതിനപ്പുറം ഞാൻ അവിടെ അവർ നിർത്തേണ്ടടുത്ത് നിർത്തണ്ടേ? ഐഡിയേഴ്സ് ഒരുപാടായി നമ്മൾ മീറ്റ് ചെയ്യാതെ. ദുബായിലാവറ്റ് ഉണ്ടാകുമ്പോഴെന്തോ ലാസ്റ്റ് വീഡിയോ ഇട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ വേറൊരു വീഡിയോ കൂടി ഇട്ടായിരുന്നു. ഒന്ന് ചാനൽ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം എൻ്റെ മെയിൻ സാധനമായ പ്രാങ്കിൽ തന്നെ പിടിക്കാൻ ഇപ്രാവശ്യം വിചാരിച്ചു. അപ്പം ഇന്ന് അജ്മീറും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളിന്ന് മൂവാറ്റുകാർ ഇരുപത് സാറിൻ്റെ ഒരു പ്രമോഷൻ കാര്യത്തിനായിട്ട് ഇവിടെ വന്നതാണ്. പക്ഷേ വണ്ടിയിലുണ്ട്. അപ്പോൾ ചെറിയൊരു സാധനം ഞാൻ അജ്മീറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വർക്കൗട്ടായാൽ നോക്കാം. വർക്കൗട്ടായാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ക്യാമറ മാത്രമാണ്. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലാണ് കളി. അത് നാഷണൽ കയറി കൊളുത്താനും പിടിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ്. നോക്കാം അത് എങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഫുഡ് കഴിച്ച ശേഷം പിടിക്കുന്നതായിരിക്കും. അല്ല, ഫുഡിന് മുമ്പാണ് വിശപ്പിലാകുമ്പോൾ കുറച്ചും കൂടി കത്തി കയറാൻ സാധ്യതയില്ല. നോക്കാം, നമുക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് അത് കാണുമ്പോൾ മറ്റേ ആൾക്കാര് ചോദിക്കും ഇത് എന്തിനാ ഇത്രയും. ഇപ്പൊ ഞാൻ കൊറേ ശ്രദ്ധിക്കുന്നു ആഷ്ണ എന്ത് വീഡിയോ ഇട്ടായിരുന്നു. ഇല്ല, ഞാൻ ഇവിടെ ഇടുക്കി ഞങ്ങളൊരു പ്രൊമോഷന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകും. അതെ, ഫ്ലൈറ്റ് മോഡാണ്. അത് ചോദിച്ചു വിളിക്കാം. ഇവര് മയൂര് നമ്മൾ ചെയ്തോ ഇവർക്ക് ഞാൻ പറയാൻ വിളിക്കാം. എന്താ ശ്രീലക്ഷ്മി അങ്ങനെ വെക്കാനെ വിളിക്കാൻ കിട്ടിയില്ല. നിന്റെ കൂടെ പഠിച്ചു അതല്ല വേറെ ശ്രീലക്ഷ്മി എൻ്റെ നമ്പർ അങ്ങനെ മറ്റേ ആ കുട്ടി ആർട്ടിസ്റ്റ് കുട്ടിയുടെ അത് നമ്മുടെ അപ്പുറത്തെ ഉണ്ടായിരുന്ന താമസിച്ചുണ്ടായിരുന്ന അവൾ എൻ്റെ കൂടെ പഠിച്ചവളൊന്നുമില്ല. പഠിച്ചല്ല അല്ലേ ആ കൊച്ചു? ആ ചുരുണ്ട കൂടി ആ പൂച്ചക്കണ്ടല്ല, നല്ല കാണാൻ ഭംഗിയില്ല കുട്ടിയിലടാ. ആ കൊച്ചു അതുകൊണ്ട് വിളിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ എൻ്റെ നമ്പർ ആരും കൊടുത്ത ഒരു കൊച്ചുണ്ട്. ഇത് നമുക്ക് പോകാനുള്ള സിറ്റല്ലേ? നമ്മള് വീടിൻ്റെ അടുത്തുണ്ട് ശ്രീലക്ഷ്മി ആയിരുന്നു. മറ്റേ നമ്മളെ ശശിയേട്ടൻ്റെ മോള്. അതല്ല വേറൊരു കുട്ടിയുണ്ടടാ താഴെയുള്ള ആ കുട്ടിയായിരിക്കും. മാച്ചിപ്പള്ളി ഭാഗത്തില്ല. വേറെ ശ്രീലക്ഷ്മി വളാന്തോട് ഭാഗത്തില്ല. സൗണ്ട് കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേട്ടു. അതെയാ? എനിക്ക് മനസ്സിലായിരുന്നു. ശ്രീലക്ഷ്മിയല്ല, ശ്രീകുട്ടി. നമ്മളെ കുറച്ച് ദിവസമായില്ല നാട്ടിൽ കാണാൻ, അതുകൊണ്ട് വിളിക്കുന്ന. അങ്ങനെ ഇപ്പൊ നിന്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാറില്ലേ ഇപ്പൊ? മറ്റേ ആതിരയും പിന്നെ അതുപോലെ നിങ്ങളുടെ പത്താം അല്ല അവരൊക്കെ നമ്മള് ചെറുപ്പം മുതലേ അറിയുന്ന കുട്ടികളല്ലേ ഇവര്. ഞാൻ പിന്നെ ചിലപ്പോൾ ഇവന്റെ ക്ലാസ്സിൽ ഒപ്പിടാൻ പോകുന്നൊക്കെ ഞാനായിരിക്കും. PTA മീറ്റിങ്ങിനൊക്കെ പിള്ളേർക്കൊക്കെ അറിയാം. പിന്നെ വീഡിയോസിലെ കാര്യത്തിലെല്ലാം കാണുന്നല്ല. ആൾക്കാർ ചോദ്യം എൻക്വയറിക്ക് ഉണ്ടായിരുന്നു മുമ്പേ. പിന്നെ തള്ള ഇവനോട് ചോദിച്ചോക്ക് എത്ര പേര് അത്യാവശ്യം ചോദിക്കാറും കാര്യങ്ങളുള്ളതുകൊണ്ട് എന്നെ കുറിച്ച് എൻക്വയറി ചെയ്യാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ കുറേ കാലം ദുബായിലും കാര്യത്തിലായതുകൊണ്ട് ആ ഒരു ടച്ച് വിട്ട് പോയല്ലേ. നല്ലേ, നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ. ചായ കുടിക്കപ്പെടാത്ത കുറേ അങ്ങനെ ഷമീർ സർബത്ത് കുറേ അങ്ങനെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. കുറച്ച് നേരത്തെ ആയിപ്പോയി അല്ലേ? പക്ഷെ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് തൊടുവരത്തൂലേ? അല്ല, അതല്ല ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണം കുറച്ച് നേരത്തെ സംശയമുണ്ട്. സംബന്ധിച്ച് കുഴപ്പമില്ലപ്പോ. നിനക്ക് എന്തിപ്പോ നഷ്ടമില്ലേ? എനിക്ക് അങ്ങനെയല്ല എടുക്കും. ഇതല്ല, കുറച്ചും കൂടെ ഒന്ന് ഒരു കളർഫുൾ ആക്കായിരുന്നു ആ യൂത്തേ. ആ ഒരു പറന്ന് നടക്കുന്ന പ്രായം ഒന്നും കൂടെ കളർഫുൾ ആക്കി. പ്രായം ഇപ്പൊ വെച്ച് നോക്കി ഇപ്പൊ അങ്ങനെ നമ്മൾ പ്രായത്തിൽ ഇങ്ങനെ ഇപ്പൊ എന്നെ കണ്ട 27 30 തോന്നിക്കും.
എനിക്ക് തോന്നുന്നു അങ്ങനെ പറയില്ല സംശയം. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ നിന്റെ മുഖത്ത് നോക്കി സത്യസന്ധമായിട്ട് പറഞ്ഞ 40 വയസ്സ് പറയേണ്ടി വരും. അതിപ്പോ നമുക്ക് പറയാൻ പറ്റും, മോശമല്ല. അങ്ങനല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞ പിന്നെ എനിക്ക് നല്ലത് തന്നെ, ഒരുപാട് മെച്ചമുണ്ട് ട്രീ. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുമ്പോ കാരണം നിങ്ങൾ വഴക്കൊണ്ട് തന്നെ ഞാൻ ബ്ലോഗ് കേട്ടു. ഇനി ഇതിൽ എന്നെ സംബന്ധിച്ചില്ല, ഇതിൽ ഏറ്റവും നല്ലതെന്താ അറിയോ, ഇതിലും വലുതിന് വരാനില്ല. മാക്സിമം ആയി ഇതിലും വലുത് എന്താ ആവശ്യം വരണ്ട, ഭൂമി വിളിക്കോ ഒന്നും വരാനില്ല. കുറെ ഇങ്ങനെ കൂട്ടുകാരികളൊക്കെ ഇവന്റെ ക്ലാസ് പഠിക്കുന്നവരും അങ്ങനെ എനിക്ക് പണ്ടേ ഉണ്ട് ഒരു ചെറിയ എന്റെ ക്ലാസ്സിൽ പഠിച്ചൊന്നുമല്ല. ഞാൻ ആദ്യം സൗണ്ട് കേൾക്കണ അതാ ഞാൻ ചോദിച്ചു എന്റെ നമ്പർ എങ്ങനെ കിട്ടിയതാ. വിളിച്ചേക്കുന്ന ആരെങ്കിലൊക്കെ ആയിരിക്കും, നോക്കാം. ഇക്കാനെ വിളിച്ച് കിട്ടില്ല എന്നെ വിളിച്ചതാ. എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ബസ്സിന്റെ സമയം ചോദിക്കാനോ എന്തെങ്കിലും വിശേഷം പറയും. പിന്നെ ഞാനോ സമയം പോകണ്ടേ, എന്തെങ്കിലും ഒരു നേരം പോക്ക് കാര്യങ്ങൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയില്ല. അതിലിപ്പോ ഇത്ര സീരിയസ് ഒക്കെ തന്നെ ഇരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നതല്ലേ. പിന്നെ സമയം പോവാ, പിന്നെ പെൺപിള്ളേരല്ലാതെ എറണാകുളം ജില്ലാ കളക്ടറെ വിളിക്കാൻ പറ്റുമോ? എന്തെന്നൊരു ചങ്ങായി പറയുന്നു. പിന്നെ നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുട്ടികളോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോ എല്ലാം നമുക്കൊരു നേരം പോക്കുള്ളൂ. അയ്യോ, സ്വന്തം ഭാര്യനെ വിളിച്ച് ഏതെങ്കിലും മനുഷ്യൻ സമയം പോകാൻ വേണ്ടി വിളിക്കോ? ഇല്ലപ്പാ, അത് ഏതെങ്കിലും കൊച്ചെന്തെങ്കിലും ആരെങ്കിലും വിളിച്ചേ കൂടി എന്തെങ്കിലും ബസ്സിന്റെ ടൈമോ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിരിക്കും. ഞാൻ ആ ഇതിലുണ്ട് മൊബൈല് ലൈറ്റ് മോഡിട്ട് അങ്ങനെ ഇരിക്കട്ടെ. കുറേ ഫോണായി രാവിലെ തൊട്ടേ. അങ്ങനെ മറ്റുള്ളവർക്ക് പണിയില്ലെന്ന് ചിന്തിക്കലല്ല, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരത്തിനോ കാര്യത്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എല്ലാവരോടും എനിക്കങ്ങനെ നോ പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം എല്ലാവരോടും മിങ്കിൾ ചെയ്ത് പോയിരുന്ന ആൾക്കാരാണ്. എല്ലാ കമ്പനി ഉണ്ടായിരുന്നല്ലോ എല്ലാവരോടും. ആ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്കങ്ങനെ ഒരു മിണ്ടാതെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചെടുക്കാതെ അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരാളല്ലോ. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ ഉള്ളിൽ കുറച്ച് കല്യാണമെല്ലാം നേരത്തെ കഴിച്ചു പോയി, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ചെറിയ തോന്നൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനല്ല, ഒരു ജോലി കുറഞ്ഞില്ലടാ. ഇല്ലപ്പാ, നിർബന്ധിച്ചിട്ടൊന്നുമില്ല. കരഞ്ഞ് കാലി അങ്ങനെ അങ്ങനെ എന്തോ കരച്ചിലോ ഭക്ഷണം കഴിക്കാതിരിക്കും അങ്ങനെ എന്താ ഉണ്ടായിരുന്നു തോന്നുന്നല്ലോടി. അത് പറ, സത്യം പറ. സത്യം പറയുമ്പോ എന്തിനാ മുഖം മറക്കേണ്ട കാര്യം? സത്യസന്ധമായിട്ട് പറയൂ. ഏത് ഇല്ല, അങ്ങനല്ല. നല്ല സുലൈഖ അങ്ങനത്തെ ഒരു കൊച്ചുണ്ടായിരുന്നു. എന്നാ സൗന്ദര്യമായിരുന്നു. അത് നല്ല കാണാനും സംസാരിക്കാനും ഭയങ്കര രസം. ആ ഒരു കൊച്ചു ഇവന്റെ ജസ്റ്റ് സീനിയറാന്ന് തോന്നുന്നു. ആ കൊച്ചൊക്കെ ഭയങ്കര കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പൊ കല്യാണം പോയി തോന്നുന്നു. പിന്നെ അങ്ങനെ കുറെ പേര് അതിലൊക്കെ ആയിട്ട് വന്നു, ഇങ്ങനെ അങ്ങനെയുള്ളതായിട്ട് ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് ഇങ്ങനെ. ഞാൻ പിന്നെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് ആളല്ലേ. അല്ല അങ്ങനെയല്ലടാ, ഉദാരല്ലേ. ഇപ്പൊ ഇഷ്ടം ഉണ്ടായിട്ട് പിന്നെ നീ ഇതൊന്നും അംഗീകരിക്കാതിരിക്കുമ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ ചങ്ങായി? അത് നീ അംഗീകരിക്കണ്ടപ്പാ. അയ്യോ, അങ്ങനെ അംഗീകരിക്കാൻ പാടുണ്ടോ? പക്ഷെ ഞാൻ വിളിക്കും. നീ അംഗീകരിക്കാതിരുന്നോ? എനിക്ക് വിളിക്കാമല്ലോ. ഞാൻ വിളിക്കുന്നതിന് എന്റെ അംഗീകാരം ഞാൻ നോക്കിയാൽ ഞാൻ നിന്റെ ഫോണിലേക്ക് വരുന്ന കോൾസ് നോക്കാം. ചേടാ, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വർത്തമാനങ്ങളോ പറയാനോ. ഏത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിയാത്ത നമ്മളൊരു പേഴ്സണാലിറ്റി ഇല്ലേ? അവിടെ അത് തുറന്നേ, അത് തുറന്നേ. ആ കൂളി ക്ലാസ് ഇതെല്ലാം വെച്ചിട്ട് കാണാം. ഇതെല്ലാം നോക്ക്. ആളൊരു ഇതില്ലടി, ഒരു ഗുമ്മില്ലേ ആള്. നീ അതിൻ്റെ ഒരു മാസ്ക് ഉണ്ട്, അതെടുത്ത് മുഖത്ത് വെച്ചു. നീ എടുത്ത് മുഖത്ത് വെച്ചു. എനിക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ പേര്. തൽക്കാലം കുറച്ച് നേരം മാസ്ക് വെച്ചത് അങ്ങനെയല്ലേ. നമ്മൾ മട്ടൻ ബിരിയാണിയും അൽഫാം മന്തിയും അങ്ങനെ ഇങ്ങനെ വലിയ വലിയ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ പഴങ്കഞ്ഞി
ഒരു കാര്യം സംസാരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടൂലേ. അല്ല അങ്ങനെയല്ല, ഞാനൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് കുട്ടിയാണ് നീ. എല്ലാവരും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ, കുട്ടികൾ അത്യാവശ്യം ഫാൻ ബേസും കാര്യങ്ങളിലും നമുക്ക് ഉള്ളതല്ല, അങ്ങനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും നോക്കുക അപ്പൊ ലുക്കല്ല, ഇപ്പൊ നമ്മളൊരു സംസാര രീതിയോടുള്ള താല്പര്യമായിരിക്കാം. നീ ഇതൊന്നും സംസാരിക്കാൻ പോണത് ചേടാ, ഇപ്പൊ പെൺകുട്ടികൾ സംസാരിക്കാൻ വരുമ്പോ അങ്ങനെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റും ആൾക്കാർ. ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് വല്ല ആൾക്കാരോടും മിണ്ടാതെ നടക്കാതെ മുഖം കൊടുക്കാതെ നടക്കാതെ വർത്താനം പറയാതിരിക്കാൻ പറ്റുമോ? വണ്ടി ഓടിക്കണം, കണ്ടക്ടറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം, അല്ലാതെ പെമ്പിള്ളേരോട് സംസാരിക്കാനല്ലോ ഒബ്വിയസ്ലി പോണം. പിന്നെ ഇതിനല്ല നമ്മള് പോകുന്നത്, അല്ല ഇതിനും കൂടെ ഇതിനും കൂടി ആയി ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഒരു ജോലിയും അത് എൻജോയ്മെന്റ് ആയി ചെയ്യുമ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അത് ഏത് തൊഴിലാണെങ്കിലും നമ്മൾ എടുക്കുമ്പോ ആ ഒരു മേഖലയില് നമ്മളൊന്ന് ഒരു ആസ്വാദനം, ഒരു രസം അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി എടുക്കുവാണെങ്കിൽ ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 4 മണിക്ക് 4:30 5 മണിക്കെല്ലാം എഴുന്നേറ്റ് വണ്ടിയിൽ പോകുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു വർത്താനം പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ. ശ്രീലക്ഷ്മി അല്ല, ശ്രീകുട്ടി എനിക്കറിയൂ. അത് അവിടെ ഉള്ളൊരു കൊച്ചാടി ചങ്കത്തി. നീ അങ്ങനെ നിനക്ക് കിട്ടിയത് ലക്ക്, അങ്ങനെ കൂട്ട്. നമുക്ക് കിട്ടി നമ്മുടെ നീ ഉള്ളം കയ്യിൽ കൊണ്ട നടക്കണം നമ്മളെ. ഇതുപോലത്തെ ഒന്നും ഇനി കിട്ടൂല. ആകെ ലക്ഷത്തിലൊന്നും ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ ഇങ്ങനത്തെയൊക്കെ. അതിന് കിട്ടി നീ ഭാഗ്യം എന്ന് വിചാരിച്ച് കൊണ്ട നടക്കാം. ഇവിടേക്ക് നീ ഇങ്ങനത്തെ ഒന്നും കാര്യത്തിൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ എന്തോരം പറയാനുണ്ട്. എന്താ പൊന്നോ മതി. ഞാൻ എൻ്റെ ഒരു നല്ലൊരു സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആരുടെ അടുത്ത് പോവാറില്ല, കല്യാണങ്ങൾക്ക് പോവാറില്ല. എൻക്വയറി പറയാ പറയുമ്പോ തള്ളാന്ന് വിചാരിക്കും. ഞാൻ മിണ്ടാഞ്ഞിട്ടാ ഞാൻ ഇല്ല പഴയ ഷർട്ടോ പാൻറ്റോ എന്തെങ്കിലും മുണ്ട് ചെറിയ വെള്ളം മുണ്ടൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി എടുത്തിട്ട് ഞാൻ പോയി പോവാറ്. ലോക്കൽ ഡ്രസ്സിൽ എന്താ വെച്ചാൽ ആരും ഇനി ഇങ്ങോട്ട് അത് വരണ്ട നിന്നെ വിചാരിച്ചിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ ആയി പോയി. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഇപ്പൊ നമ്മുടെ ഒരു പരിഗണനയില്ല കേട്ടോ. അല്ല പോട്ടെ, അല്ല അങ്ങനെയല്ലപ്പാ. ആളിങ്ങനെ വിളിക്കുമ്പോ അങ്ങനെ നീ റഫാവേണ്ട ചൂടാവേണ്ട കാര്യമൊന്നും സോഫ്റ്റ് ആയിട്ട് ഇതാക്കാം. ഒറ്റയടിക്ക് നമ്മളെ ഫുള്ള് ബ്ലോക്ക് വിളിച്ചതിനൊന്നും അല്ല പ്രശ്നം. ഇതാണ് എൻജോയ്മെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതങ്ങനെ പറ്റൂല. നിന്നോട് പറഞ്ഞത് മോശമായി, പറയാതെ കൊണ്ടുനടക്കായിരുന്നല്ലോ. ഇങ്ങനെ ഇപ്പൊ നിനക്കിപ്പോ നിനക്കിപ്പോ ലവ് ലെറ്റർ, അന്നത്തെ കാലത്ത് ലവ് ലെറ്റർ മെസ്സേജ് എന്താ നീ ഒരു 10ാം ക്ലാസ്സിൽ +1 +2 ഡിഗ്രി എല്ലാം പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടാവൂലേ? അത് പെൺകുട്ടികൾക്ക് വരുന്നു, എത്രയോ വരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിൽ ആൺകുട്ടികൾക്ക് വരുന്നത് കുറച്ച് കുറവായിരിക്കും. അതിൽ സന്തോഷം കണ്ടെത്തുന്നു. ഇഷ്ടം എന്നല്ല, എല്ലാവരും ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞു വന്നതെന്നല്ല, ഒരു സ്നേഹം നമ്മളോട് ഒരു മിങ്കിൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ വിളിക്കേണ്ട അതൊന്നുമില്ല. ചുമ്മാ അത്ര നല്ലതൊന്നുമല്ല. അത് നല്ലതല്ല, ശരിയാ. നിന്നെ സംബന്ധിച്ച് നല്ലതല്ല. നിങ്ങളെ കിട്ടാതെ അവന്റെ ഫോൺ നമ്പർ തേടി പിടിച്ച് വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എന്താ ആവശ്യം? അതെന്താ ആവശ്യം ഞാൻ ചോദിക്കുന്നത്. തിരിച്ചു വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഞാൻ എന്താ ഇത്ര അത്യാവശ്യം? കാര്യത്തിൽ എന്നോട് മാത്രം പറയുന്ന പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഡീൽ ചെയ്ത് ഓൾറെഡി ചില്ലായിട്ട്. നല്ല ഫോൺ ഉണ്ടല്ലോ വണ്ടീൻ്റെ. ഏതാ ബസ്സിൻ്റെ? ശ്രദ്ധിച്ചില്ല, കുറേ വണ്ടി ഉള്ളവരോടാ. ആ പേരാ നീ ഉദ്ദേശിച്ചത്? ഒന്നാമത് നിന്റെ പ്രശ്നം എന്താ അറിയുമ്പോൾ എന്താ വെച്ചാൽ ഇന്നാത് ലെവൽ ലെറ്ററോ മെസ്സേജസോ വന്നിട്ടില്ലല്ലോ.
വരാത്തതിൻ്റെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മാത്രമല്ല അങ്ങനെ ഡെയിലി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും പിന്നെ ഇപ്പം എന്താ സോഷ്യൽ മീഡിയയിലുള്ളതുകൊണ്ട് കുറച്ച് സന്തോഷമില്ല. ഇപ്പോൾ കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഇല്ലായിട്ട് വീഡിയോസ് എനിക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയല്ല. ഒരു മെസ്സേജ് കാണുമ്പോൾ എനിക്കറിയാം എന്താ ഉദ്ദേശം എന്നുള്ളത്, അതിനനുസരിച്ച് ഡീൽ ചെയ്യാറുള്ളൂ. അല്ല അത് നിങ്ങൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ഞാനൊക്കെ ഇപ്പൊ എന്നാ ശ്രദ്ധിക്കാനില്ല. കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി ഇങ്ങനെ നടക്കുന്ന നമ്മളല്ല ഇനി എന്ത് ശ്രദ്ധിക്കാൻ. ഇപ്പൊ നിങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ്ടേ പെൺകുട്ടികളല്ല ഇന്നത്തെ കാലത്ത്. അത് എന്തെങ്കിലും ആവശ്യത്തിൽ വിളിക്കുന്നവരോട് നമ്മൾ ആ രീതിയിൽ സംസാരിക്കാം. ഓ ഇന്ന് 2-ാം തീയതി അല്ലേ? ഇന്ന് ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോകുമെന്ന് നോക്കിയാണെങ്കിൽ ബേക്കൽ ഫോർട്ട് ഞാൻ മറന്നേ പോയി. ബീച്ചിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അതന്നെ കാര്യം, അതൊരു ചെറിയൊരു സ്കിറ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഗാനമേള അതിനായിക്കൂടെ എന്നാലും അപ്പൊ അതിനിങ്ങനെ പോവാൻ വണ്ടി കൊണ്ട് പോവാനായിരിക്കും. അല്ല നീ ഇങ്ങനത്തെ പരിപാടിക്ക് ഇവിടുന്ന് അങ്ങനെ ആരും കൂട്ടിട്ട് പോട്ടെ. നമ്മളെ വെറുതെ സമയം വേസ്റ്റ് ആവുക. നല്ല പരിപാടികൾ മിസ് ചെയ്തു പോകും. സാറല്ല നീ സങ്കടപ്പെടും. ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ പ്രമോഷനൊക്കെ. ചെക്കായി പോയാലേ ആ കൊച്ചു എന്നെ വിളിച്ചാലോ എനിക്ക് സങ്കടം അല്ലേ? അത് നീ അഭിമാനിക്കല്ലേ വേണ്ടത്. ഇങ്ങനെ ചിന്തിക്കണം. നമ്മള് ഹസ്ബൻഡിന് അത്യാവശ്യം പെൺകുട്ടികളെല്ലാം വിളിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ കുഴപ്പമില്ല, നമ്മള് കല്യാണം കഴിച്ച ആളുമില്ല, മോശക്കാരനല്ല. ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയിട്ട് സ്റ്റോറി ഇടാം, എന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ ഒരു പെണ്ണ് വിളിച്ചായിരുന്നു. അഭിമാനിക്കാൻ പറ്റിയ കാര്യമാണല്ലോ. നമുക്ക് വേണേ ആലോചിക്കാവുന്ന കേസാണ്. നല്ലല്ലേ സ്റ്റോറി ഇട്ടാല് ഞാൻ അതിന് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്നവരാണ്. കുറച്ച് പക്വത വേണ്ടേ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ. ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ അതിൻ്റെ ഒരു രസം ഉണ്ടാവും. പരിപാടി മിസ്സായി പറയില്ലേ കയ്യാ സീരിയസ് ആക്കലോ. ഒരു സ്പീറ്റിൽ കാണും. അത് മോശമല്ല. നീ അങ്ങനെ ആ രീതിയിൽ അത് മോശമല്ല. നമ്മള് പേഴ്സണലായിട്ട് പേഴ്സണൽ മീൻസ് നീ ഡൈവേഴ്സ് ചെയ്യണം. ഫ്രീ ടൈം കിട്ടൂലല്ലോ. ഫ്രീ ടൈം കിട്ടുമ്പോഴല്ലേ നിങ്ങൾ എൻജോയ്മെന്റിന് പോകണം. നീ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചു? ഞാൻ തീരുമാനിച്ചു. ഞാൻ സീരിയസ് ആക്കിയിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ പോയാ പോരെ നമുക്ക്. അങ്ങനെ ഇല്ലടി. ഞാന് എല്ലാ ദിവസവും അങ്ങനെ ഇല്ല. ഒന്ന് രാവിലെ ഒരു ഡ്യൂട്ടി ഇല്ലെങ്കിൽ രാവിലെ ഒരു 9 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ 12 മണി വരെ അത്യാവശ്യം ഫോണിൽ കളിച്ച് കുറച്ച് മെസ്സേജും അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങനെ പോകും. പിന്നെ ഉച്ചയും ചോറും കഴിഞ്ഞിട്ട് അങ്ങനെ ചെറിയ പരിപാടി. പിന്നെ കിടക്കാൻ നേരത്ത് 2-3 മണിക്കൂറൊന്ന് ചിലപ്പോൾ ചാറ്റ് ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഫുൾ ടൈം 24 മണിക്കൂർ നമുക്ക് ഫോൺ വിളിച്ചു. നിന്നെ വിളിക്കുന്നില്ല 5-6 മിനിറ്റ് ഞാൻ ഡെയിലി. പോകുന്ന സമയമല്ലേ. ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ വിഷം കളിക്ക് തരോടി. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചായിരിക്കും.
തിരിച്ചു വിളിച്ച് ചോദിക്കാത്തതിന്റെ ആവശ്യം അല്ല, അവരുടെ ആവശ്യത്തിന് ആണെങ്കിൽ എന്തെങ്കിലും വേറെ ഒരാൾ വഴി ചോയ്സ് ഉണ്ടെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ആ ബാധ്യത കഴിഞ്ഞില്ലേ. പിന്നെ വിളിച്ച സമാധാനത്തിൽ സംസാരിക്കാമല്ലോ. ഇപ്പൊ ആ കുട്ടി എന്തെങ്കിലും തിരക്കിൽ എന്തെങ്കിലും വിളിച്ചാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിളിക്കുമ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഞാൻ പിന്നെ വിളിച്ചോളൂ, നിങ്ങൾ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. അതെ, റണ്ണിങ് വണ്ടി ഓടിച്ചോളൂ. പെൺകുട്ടികളൊക്കെ വിളിക്കാൻ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ചില്ലായിട്ട് സംസാരിക്കും. അങ്ങനല്ല, വീട്ടിൽ നിന്നല്ല നീ എന്നെ വിളിക്കുമ്പോ എന്താ പറയാ എന്തെങ്കിലും ചോറിന് ഉപ്പിടണോന്നോ നമ്മളെ മീൻകറിക്ക് എരിവ് ഇടണോ എന്നൊക്കെ ചോദിച്ചേക്കും വിളിക്കുന്നില്ല. അതെല്ലാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് അറ്റൻഡ് ചെയ്ത് വിടാൻ പറ്റുന്ന പോലെ ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവന്റെ നമ്പർ അവിടെ നിന്ന് കിട്ടി. ആരുടെ തപ്പി വിളിച്ച് ആരും കൊടുത്തിട്ടുണ്ടാവും. അത് നീ ചിന്തിക്കണം. അങ്ങനെ പ്രമോഷൻ പരിപാടി നല്ല എളുപ്പമായിരുന്നല്ലേ. പരിപാടിക്ക് പോകാൻ പറ്റാത്ത ഇതാട്ടെ ഞാൻ പറഞ്ഞ കട, മന്തിക്കട. ആ ഞാൻ പറഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിലെ കട ഇത്. പിന്നെ ഞാൻ പറഞ്ഞു സെയിലിന് വെച്ചേക്കാന്ന്. അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ചെറിയ കടയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടല്ലേ? ആ ഫുഡ് വേണ്ട. ഫുഡ് കഴിക്കുന്നില്ല. ഇങ്ങനെ ദൃഢതയുള്ള തീരുമാനങ്ങൾ എടുക്കും. എൻ്റെ പള്ളിയിൽ തെറ്റിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ വരുന്നു. അപ്പൊ ബില്ലാരും കൊടുക്കും. ബില്ലാണ് വരും, നമുക്ക് കഴിക്കാം. ഇന്ന് ഇപ്പൊ ഉച്ചക്ക് കഴിക്കുന്നില്ല എന്നോ ഇന്ന് ഫുള്ള് കഴിക്കുന്നില്ല എന്താണ്? വൈകിട്ട് തൊമ്മൻകുത്തി പോകുന്നുണ്ടെങ്കിൽ പടത്തിന് പോകാൻ പറ്റുന്നുണ്ടോ? പടത്തിന് ബില്ലേ ഇപ്പല്ല ഇന്ന് ഞാൻ എൻ്റെ വീട്. നീ ഇത്ര സീരിയസ് ആക്കിയത്? ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആങ്ങളെ കളിക്കാൻ നിൽക്കല്ലേ, നിർത്തേണ്ടവരെല്ലാവരും ഞാൻ ആ കുട്ടീനോട് സംസാരിക്കേണ്ട സാഹചര്യത്തിൽ നിർത്തേണ്ട വൈഫിനെയും ബാക്കി എല്ലാവരും ഞാൻ നിർത്തേണ്ട അടുത്ത് നിർത്തിച്ചിട്ടാണ് ഈ കുട്ടിയോട് സംസാരിക്കാറ്. അവരെ ഞാൻ വിളിച്ചു നിങ്ങളെ നിർത്തേണ്ട എത്തിയിട്ടാണ് അവരെ നിർത്തേണ്ട അടുത്ത് നിർത്താം. അവരിന്ന് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് അവർ കാഞ്ഞങ്ങാട് അവർ നിൽക്കുന്നുണ്ട് ഓൾറെഡി. ഇതിനപ്പുറം ഞാൻ അവിടെ അവർ നിർത്തേണ്ട അടുത്ത് നിർത്തണ്ടേ? അല്ല ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഇത്രയും കാലമായിട്ട് എൻ്റെ ആ ഫോണിൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വിളിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അത് ഏതെങ്കിലും ക്ലാസ്മേറ്റ് എന്തെങ്കിലും ബസ്സിന്റെ സമയമോ കാര്യങ്ങളോ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും നീ പ്രൊമോഷൻ ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചോ കാര്യങ്ങളോ ചോദിക്കാനല്ലാതെ വേറൊരു ആളെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കാൻ നീ കണ്ടിട്ടുണ്ടോ? ഇത് അത്രേ ഉള്ളൂ. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര വലിയ പൊസിഷനിലിരുന്നാലും എന്ത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്താലും ഭർത്താവിന്റെ കേസ് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇനി അത് ഫേക്ക് വെറുതെ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ, രസം നോക്കിയതാ. നീ എങ്ങനെ പ്രതികരിക്കുന്നല്ലേ? നീ ഇത്ര സിമ്പിളാന്ന് ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ വെച്ച് നീ അത് മൈൻഡേ ചെയ്യില്ല. ഇവനടക്കം പറഞ്ഞു ഇതാവും വീഡിയോ എടുക്കുന്നു. ഞാൻ ഇവനടക്കം പറഞ്ഞു അതൊന്നും അവള് അത്ര അറ്റൻഡ്. നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത കേസ് വിളിച്ചില്ലല്ലോ. വിളിച്ചതുപോലെ പ്രാങ്ക് ചെയ്തല്ലേ. എന്താ പൊന്നെ, നിങ്ങൾ സമ്മതിച്ചുട്ടാ. ഞാൻ ഇതിൽ ഞാൻ ഇത്രയും ക്ലിക്കാ. ഞാൻ ഇപ്പൊ വെറുതെ അവിടെ ഞാൻ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് അവിടെ നിൽക്കുമ്പോ വെറുതെ ഇന്ന് ഇത്ര ഗ്യാപ്പ് കിട്ടുന്നല്ലെന്ന് വെച്ചൊന്ന് ഇവനോട് പറഞ്ഞു നോക്കിയതാടാ. ഞാൻ ഇങ്ങനെ ഒരു സാധനം നീ ചെയ്യ്, ബാക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞോളാം, ബാക്കി എന്താ നോക്കാന്ന് പറഞ്ഞ് ചെയ്തു. അല്ല ഞാനേ ഉദ്ദേശിച്ചത് എന്റെ ചാനലിലാണ്.
അവൻ നിന്റെ ചാനൽ വേണ്ട. നീ ഇത്ര സീരിയസ് ആക്കിയാ? പിന്നെ നിങ്ങളുടെ നമ്പറിൽ കിട്ടാതെ അവനെ വിളിച്ച് അതിന് മാത്രം അത്യാവശ്യം എന്താ? എടി അത് വിളിച്ചില്ല, നീ ഇനി അത് പിടിച്ച് കയറല്ലേ. അല്ല, അതുകൊണ്ടാ ഞാൻ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞ. ഇപ്പൊ കാണുന്നവര് വിചാരിക്കില്ലേ എനിക്ക് തന്നെയാ പണിയുന്നത്. ഇല്ല, ഞാനും നെട്ടിപ്പോയി, എന്റെ കയ്യിൽ നിന്നും പോയി ഇടയ്ക്ക്. ഞാൻ വിചാരിച്ചു ഇവള് നീ ഇത്രയും ഇങ്ങനെ പ്രതികരിക്കും ഞാനും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു നീ കാമാങ്കൂളായിട്ട് ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ച് കുറച്ച് പെൺകുട്ടികൾ വേറെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി പോവാ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ നീ ഒറ്റ ആ വള്ളിയിൽ എന്നെ പിടിച്ച് നീ തൂങ്ങി. എന്താ ചേട്ടാ പൊക്കോട്ടെ ഞാൻ. അപ്പൊ അങ്ങനെയാണ് സംഭവം. എൻജോയ് ചെയ്യാൻ പെമ്പിള്ളേരെ വിളിക്കാൻ പോലും. എന്റെ പൊന്നാശിന എന്റെ ഫോൺ നീ വേണമെങ്കിൽ യൂസ് ചെയ്ത്, എനിക്ക് വേണ്ട ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ഫോൺ വേണ്ട. എനിക്ക് ഒരു സാധാരണ ഒരു വീട്ടിലേക്ക് രാത്രി പോകാൻ ഒരു ടോർച്ചില്ലൊരു ഫോൺ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുമല്ലോ. ബാക്കിയില്ല ഇതിലല്ല കേട്ടോ, ബാക്കിയില്ല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ദുബായിൽ ഒന്ന് വന്നപ്പോൾ തൊട്ട് ഞാൻ പറയുന്നില്ല എനിക്ക് ഫോൺ വേണ്ട, എനിക്ക് തീരെ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളല്ലേ. എന്നിട്ട് നീ ഇത്രയും ഞാൻ ഇങ്ങനെയെല്ലാം കണ്ടിട്ട് നീ അതിൽ കയറി പിടിച്ചല്ലോടി. അത് ഭയങ്കര സംഭവമായിട്ടാ. അതും നിനക്ക് പറ്റിയൊരു അബദ്ധം ഇനി ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? നീ അത് ചിന്തിച്ചോ? അത് ഞാൻ നിന്നോട് നായക്ക് 40 തൊട്ടും പറയുന്ന കേസല്ല. നിനക്ക് പറ്റിയൊരബദ്ധം ഈ ലോകത്ത് വേറൊരാൾക്ക് ഇനി ഈ ഒരു അബദ്ധം ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റുമോ എന്ന് വെച്ചാൽ? പെൺകുട്ടികളെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുമല്ലേ വിളിക്കാൻ വേണ്ടിട്ട്. എന്നാലും കുറച്ചു നേരത്തേക്കാണെങ്കിലും ഒരു അഭിമാനം ഉണ്ടായിരുന്നു. നീ അങ്ങനെ നീ ഇതിൽ കയറി കൊടുത്തു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരു പ്രൗഡ് തോന്നി. എന്തായാലും ചെറിയൊരു സംഭവം, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇത്രയും എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. എന്തായാലും ബാക്കി കണ്ടവര് പറയട്ടെ. അപ്പൊ ഓക്കെ, കണ്ടവര് പറയാനൊന്നുമില്ല, എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയും. എന്തായാലും അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ കേട്ടോ. നല്ല ഇരുട്ടുണ്ടല്ലേ. അപ്പൊ ഡേഴ്സ് എന്റെ 3ാമത്തെ പ്രാങ്കും എന്റെ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം. പക്ഷേ ഷോക്കായെന്ന് വെച്ചാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇക്ക ചാനലിൽ മീൻസ് അന്ന് ആ 2 പ്രാങ്ക് ചെയ്തേ ഉള്ളൂ. അത് എത്ര കൊല്ലം മുമ്പല്ലേ. അതെ അതെ, സംസാരം പോലും ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ ഓണാക്കി. ഞാൻ ഇന്നിപ്പോ അവിടെ നിന്നപ്പോ എനിക്ക് കാസർഗോഡ് നിന്ന് കുറച്ച് സാധനങ്ങൾ ചെയ്യാനും വീഡിയോസ് ഒക്കെ ചെയ്യേണ്ട ഒരു പരിപാടി ഇങ്ങനെ ഉണ്ട്. അപ്പോ എല്ലാരും കൂടെ ഒന്ന് കൂട്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രാങ്കോ കാര്യങ്ങളോ ആയിട്ട് ചാനലിലേക്ക് ഒരു എൻട്രി ആവാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ വിചാരിച്ചു ഇവളൊന്നുണ്ട് അവനും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം ഇട്ട് നോക്കാം. ഇവള് കയറി പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ ഒന്ന് ചെയ്തതാണ്. അത് നിനക്ക് ഇത്രയുള്ളൂടെ എന്റെ വിശ്വാസം. വിശ്വാസത്തിനല്ല, ഞാൻ കാണുന്നത് വിശ്വാസത്തിന്റെ കണ്ണിലല്ല കേട്ടോ. വിശ്വാസം ഇല്ലാത്തതിന്റെ അല്ല, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് മറ്റേ കാഞ്ഞങ്ങാടത്തെ പരിപാടിയുടെ കാര്യമൊക്കെ ചുമ്മാ തള്ളുക എന്നുള്ള മനസ്സിലായി. അല്ലാതെ ഇക്കാനെ വിളിച്ചിട്ട് കിട്ടാതെ ഫ്ലൈറ്റ് മോഡിലാന്നുള്ള പറയുകയും ചെയ്തു. അത് കിട്ടാതെ ഇവന്റെ ഫോണിലേക്ക് വിളിച്ച് അതിന് മാത്രം അതെനിക്കിഷ്ടം. കാഞ്ഞങ്ങാട് പരിപാടി വിശ്വസിച്ചില്ല. അത് അതൊക്കെ ചുമ്മാ തള്ളുന്നറിയാലോ. വിശ്വസിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് പേടി എന്താ, ലെഫ്റ്റ് സൈഡ് കുപ്പി, വെള്ളത്തിന്റെ കുപ്പിയൊക്കെ പുറകില. പിന്നെ അതൊരു ഞാൻ ഇടയ്ക്ക് നോക്കി അവിടെ കുപ്പി ഉണ്ടോന്ന്. അതങ്ങനെ തലക്കട്ടി വന്ന റണ്ണിങ്ങിലല്ലേ ഉള്ളത്. പറയാൻ എങ്ങനെ ആക്രമിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു പേടി ഉണ്ടായിരുന്നു. വണ്ടിയിൽ വേറെ മാരകായി. പിന്നെ ആകെ ഒരു കൂളിംഗ് ഗ്ലാസ് അതിലുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് വെച്ചു. എങ്ങനെ ആക്രമിക്കുന്ന പോലെ അക്രമം എങ്ങനെ അയച്ചുകൂടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭക്ഷണത്തിന്റെ കാര്യം എന്നിട്ടും പറഞ്ഞില്ല. ഇത്രയും അപ്പൊ നീയല്ലേ കുറച്ച് ഭക്ഷണമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ. പക്ഷെ അത് കാണുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഈ ഒരു കേസ് വരുമ്പോഴത്തേക്കും എല്ലാ ഭാര്യമാരും കുറച്ച് പൊസസീവ് ടൈപ്പ് ആയിരിക്കുമല്ലോ. പൊസസീവ്നെസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവണം. അതാണ് ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ജസ്റ്റ് ക്യാമറ മാത്രമായിരിക്കും. ഇത് സ്ക്രിപ്റ്റ് ഫുൾ എന്റെ ആണെന്നല്ലേ.
ഒരു രസം, ഒരു നേരം പോക്ക്. ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ഒരു നേരം പോക്ക്. പിന്നെ ഒന്ന് ചാനലൊന്ന് ദുബായിലുണ്ടാകുമ്പോഴാണ് ഞാൻ ആദ്യം ചാനൽ തുടങ്ങുന്നത്. പിന്നെ അത് ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊന്ന് അതില് നമ്മള് മറ്റേ ചെയ്ത 2 പ്രാങ്കും അത്യാവശ്യം അല്ലേ കുഴപ്പമില്ലാതെ റീച്ചായി പോയിരുന്നു. 20 മിനിറ്റ് വരെ ഞാനിങ്ങനെ ഒറ്റപ്പെടുത്തും. അതെ എനിക്ക് സങ്കടയോടെ നിർത്തി. അതിൽ കുറച്ച് സാധനം കൂടെ കോമഡി ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനം ഉണ്ടായിരുന്നു. അവളെ കയറി പിടിച്ച സ്ഥിതിക്ക് പിന്നെ എന്റെ കയ്യിൽ നിന്നും ഇടയ്ക്ക് ഇവന്റെ ഒരു ബുദ്ധിമുട്ടും മനസ്സിലായി. അല്ല, തിരിഞ്ഞു നോക്കുമ്പോ ഇവന്റെ ഫോണിൽ ഇവൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവൻ അവിടെ നിന്ന് വരുമ്പോഴേ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ ഇക്കാടെ ഫോൺ അവന്റെ കയ്യിലുള്ള ഞാൻ ശ്രദ്ധിച്ചില്ല. അത് ഞാൻ ഇവിടെ ഇങ്ങനെ ടോപ്പിലാണ് അപ്പൊ തിരിഞ്ഞു നോക്കിയാലും കാണും. ഇവള് ഇത്രയും സീരിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തിരിഞ്ഞു നോക്കാനും നിന്നില്ല. പിന്നെ അജ്മീർ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് സമീപനം പാലിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഭയങ്കര ഫ്രീ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവള് അക്രമം അയച്ചു വിടും, കുറച്ചും കൂടെ ഇത് പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറയേണ്ട ഒരു ഗ്യാപ്പ് കിട്ടിയോണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നീ പഠിച്ചില്ലടാ അപ്പൊ? കുറച്ച് ബുദ്ധിമുട്ടായി മാസ്ക് എടുത്തുള്ളൊരു പേടി. കള്ള എന്റെ കുടുംബം എന്റെ ജീവിതം പോകുന്നതിലല്ല അവന് ടെൻഷൻ, അവന്റെ മന്തി പോകുന്നതിൽ അവന് ടെൻഷൻ. അല്ല, എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒന്ന് ഇവന്റെ ഫോണിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞത്. കാരണം വിളിച്ചിട്ട് കിട്ടാതെ ഇവന്റെ ഫോണിലേക്ക് വിളിക്കുന്ന ഒരു ആവശ്യമില്ലല്ലോ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പെൺപിള്ളേരെ ഫോൺ വിളിക്കും പോലും. അതെന്തിനാ അതിന്റെ ആവശ്യം? അത് ചുമ്മാ പോലും പറയാൻ പാടില്ലല്ലോ. അത് മോശമല്ലേ? എന്റെ പൊന്നു മോളെ, ഞാൻ ഈ സാധനം ഉപയോഗിക്കുന്നത് തന്നെ എന്തിനാന്ന് എനിക്ക് അറിയാലോ. എനിക്ക് ഒന്ന് മതി, ഇതിൽ തന്നെ എനിക്ക് സമാധാനം. ഇനി ഇനി വേറെ നമ്മളെല്ലാം എല്ലാരും ഇപ്പൊ അങ്കിളെ നല്ല മധ്യവയസ്കരായി. ഇനി ആര് എന്തിനു വിളിക്കണ്ട നമ്മളെല്ലാം. അത് മാത്രല്ല, വീഡിയോ ഇടുന്നോണ്ട് എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല. എല്ലാരും വീഡിയോ കാണുന്നല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ഇല്ല. കുട്ടികളൊക്കെ വരും, ബസ്സിൽ കാണും, വർത്താനം പറയും, വീഡിയോസ് കാണാറുണ്ടെന്ന് പറയും, സ്നേഹം സന്തോഷം അതിലൊക്കെ. അല്ലാതെ വേറെ ആരും നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. നമ്മളങ്ങനെ ആർക്കും അങ്ങനെ ഒരാളല്ലല്ലോ, നമ്മളങ്ങനെ ഫീൽ ചെയ്യില്ലല്ലോ അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും. പക്ഷെ ഇവളിത് വിശ്വസിച്ചാലാന്ന് എനിക്ക് ഭയങ്കര ഇവള് വിശ്വസിച്ച അങ്ങനെയല്ല, ഇങ്ങനെ ഞെട്ടിപ്പോയി ഇങ്ങനെ വിളിച്ചിട്ടാകുമ്പോ. അങ്ങനെ അത് ഇവള് വിശ്വസിച്ചോ എന്നായിപ്പോയി. എനിക്ക് തന്നെ അങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഇതില്ല. നമുക്കിങ്ങനെ ഒരു പെൺകുട്ടികളെ ഇപ്പോൾ എന്താ പറയുക വളയ്ക്കാൻ പറ്റുന്നൊരു കഴിവ്, അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം എൻ്റെ ഭാര്യ അത് വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നത്തെ കാലമല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം. എന്ത് വേണമല്ലോ അല്ലേ? ശരിടാ, നല്ല വീഡിയോസ് ആയിട്ട് വരാം. ഇതൊരു രസമായിട്ട് എടുത്താൽ മതി, ഒരു ഫൺ.